എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. തൻ്റെ തൂൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അതിന് ചിരങ്കയും നീ ക്ഷണം പ്രാപിക്കും, എൻ്റെ വിശ്വാസനക്ക് പരിചയം പടുകയും ആകുന്നു. സങ്കീർത്തനം 94 വാക്യം. ഒരു തള്ളക്കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ദൈവം തൻ്റെ ജനത്തെ ആദരതയോടെ പരിപാലിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ആവർത്തനം 32:10-11 വാക്യങ്ങൾ. യെശയ്യാവ് 66:13 വാക്യം. ഒരു അമ്മയ്ക്ക് താൻ മുടിയോട്ടുന്ന കുഞ്ഞിനെ മറക്കാൻ കഴിയാത്തവണ്ണം ഒരു ബന്ധമുള്ളതുപോലെ ദൈവം തൻ്റെ ജനത്തെ മറക്കുകയോ തന്നെ കാരണം വട്ടിപ്പോകുകയില്ല. യെശയ്യാവ് 54:7-8 വാക്യം. അവസാനമായി ഒരു തള്ള പക്ഷി തൻ്റെ തോലുകളുടെ സംരക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്ന പോലെ ദൈവം തൻ്റെ ജനത്തെ തൻ്റെ തോലുകളാൽ മറയ്ക്കുന്നു. തൻ്റെ വിശ്വസ്ത അവർക്ക് പരിചയം പലകയും ആകും. സങ്കീർത്തനം 94. ചിലപ്പോൾ നമുക്ക് ഏകരും മറക്കപ്പെട്ടവരും എല്ലാത്തരം ആത്മീയ ശുശ്രൂഷകളാലും പിടിക്കപ്പെട്ടവരുമായി തോന്നാം. എന്നാൽ ദൈവം കരുണയോടെ നമ്മെ പരിപാലിക്കുകയും ആശ്വസിപ്പിക്കുകയും നമുക്കായി പോരാടുകയും ചെയ്യും എന്നോർക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രൂപം ഒരു രക്ഷകർത്താവ് എന്ന വിധത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഏതൊക്കെ വിധത്തിലാണ് അവിടുത്തെ പരിപാലനം, ആശ്വാസവും സംരക്ഷണവും നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, പക്ഷി കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തള്ളയുടെ ചിറകിന് കീഴിൽ സുരക്ഷ ലഭിക്കുന്ന പോലെ ഞാൻ അവിടുത്തെ വിശ്വസ്തയിൽ അഭയം തേടട്ടെ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാതെ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.